സുഹൃത്തുക്കളെ നമസ്കാരം. ഡിസംബർ മാസം പൊതുവെ നോട്ടിഫിക്കേഷനുകളുടെ മാസമാണ്. അവസാനത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം ഒരുമിച്ച് വരുന്ന സമയമാണ് ഡിസംബർ. ഈ പ്രാവശ്യത്തെയും നിരവധി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുകയാണ്. അതിൽ CPO ഉണ്ട്, വുമൺ CPO ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉണ്ട്, VFയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു, എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അങ്ങനെ എല്ലാ നോട്ടിഫിക്കേഷനും എന്താ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. ഇനി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എത്രയാണ് സാലറി അപ്ലൈ ചെയ്യാൻ, എത്ര വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ 550/2025 കേരള പോലീസിലേക്കുള്ള വനിതാ പോലീസ് കോൺസ്റ്റബിൾ വിമൻ CPO എന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. 31,000 രൂപ മുതൽ സാലറി സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുക. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഏജ് ലിമിറ്റ് 26 എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഫോഴ്സിലേക്കുള്ള ചില റിക്വയർമെന്റ്സ് ഉണ്ട്. ഹൈറ്റ് ഇത്ര വേണം, അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് റിക്വയർമെന്റ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി അതോടെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി വുമൺ CPO മാത്രമല്ല, CPOയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. സാലറി ഏകദേശം സെയിം തന്നെയാണ്. അതിൽ ഏതൊക്കെ ബറ്റാലിയനുകളിലേക്കാണ് എടുക്കുന്നതെന്ന് സെപ്പറേറ്റോട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബറ്റാലിയനിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓരോ ബറ്റാലിയനും ഓരോരോ കട്ട് ഓഫുകളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടുത്തെയും പ്രായപരിധി എന്ന് പറയുന്നത് 26 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് യൂണിഫോം പോസ്റ്റിൽ അടുത്ത മികച്ച പോസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പോസ്റ്റ് ഫയർമാൻ ആണ്. ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നോട്ടിഫിക്കേഷൻ നമ്പർ 551/25. ഇവിടെ സാലറി 27,900 രൂപ മുതൽ 83,000 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവസാനത്തിൽ നോക്കാൻ നമുക്ക് എന്തായാലും സാലറി കയറി പിന്നെ കൂടി അങ്ങനെ കിട്ടും. അപ്പോൾ സാലറി അല്ല നമ്മളിപ്പോൾ നോക്കുന്നത് സാലറി കൂടുതലാണോ കുറവാണോ ഒന്നുമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഏതാ, ആ ജോലിയിൽ എത്താനുള്ള ഏറ്റവും നല്ല വഴി ഏതാ, എങ്ങനെ പെട്ടെന്ന് എത്താം, അതാണ് നമ്മൾ നോക്കുന്നത്. സാലറി പുറകെ വന്നോളും. ഇനി ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഏജും പറയുന്നത് 18 തൊട്ട് 26 വരെയാണ്. അപ്പൊ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് CPO പോസ്റ്റുകൾ, അതുപോലെ ഫയർമാൻ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. എല്ലാ യൂണിഫോം പോസ്റ്റിനും 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ CPO ആണെങ്കിൽ ശരിയാണ്, ഫയർമാൻ ആണെങ്കിൽ ശരിയാണ്. ഓക്കെ, 26 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കണേ. അടുത്ത നോട്ടിഫിക്കേഷൻ അതായത് CPO അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കുക. എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ. എക്സൈസും ഈ 14 ജില്ലയിലേക്കും ആന്റിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. സാലറി നമ്മുടെ ഫയർമാന്റെ ഏകദേശം തുല്യമായിട്ടുള്ള സ്കെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 27,900 രൂപ മുതൽ മുൻപോട്ടുള്ളതാണ് സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഏജ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രായപരിധി എന്ന് പറയുന്നത് അത് 31 വയസ്സ് വരെയാണ്, 26 വയസ്സ് വരെ അല്ല. എക്സൈസിന് അല്പം കൂടെ ഒരു റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും കുറെ ആൾക്കാരെങ്കിലും 26 വയസ്സ് കഴിഞ്ഞു യൂണിഫോം പറ്റിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എക്സൈസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനും ഫിസിക്കൽ കുറച്ച് മെഷർമെന്റുകളും കാര്യങ്ങളും അങ്ങനെയുണ്ട്. അപ്പൊ അതും നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഇത്ര പൊക്കമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോട് നിങ്ങൾ നോക്കണം. പിന്നെ ഇതിനെല്ലാം ഒരു ഫിസിക്കൽ ടെസ്റ്റ് പരിപാടികൾ ഉള്ളതാണ്. അപ്പോൾ കായികക്ഷമത നോക്കുന്ന ഒരു ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അതിനും നിങ്ങൾ തയ്യാറെടുക്കേണ്ടതാണ്. മുൻപേ ഒന്ന് ചെറുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ, ജോലി എഴുതി നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ ജോലിയിൽ എത്തുമെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ പോവുകയാണെങ്കിൽ ആദ്യമേ ഫിസിക്കലിനുള്ള ഒരു പരിശീലനം കൂടി ആരംഭിക്കണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, ഇനി ഈ പോസ്റ്റുകളിൽ കുറച്ചുകൂടെ, അതായത് നമ്മളിപ്പോൾ ഏജ് 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിഫോം പോസ്റ്റ് ആണ് ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ 10ാം തര നിലവാരത്തിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഫിസിക്കൽ നീഡ്, ഇപ്പോൾ നമ്മുടെ മെഷർമെന്റോ ഹൈറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഏജ് റിലാക്സേഷൻ PSCക്ക് സാധാരണ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് LD പോലെ പഠിച്ചെഴുതി ജോലി മേടിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഏകദേശം LDയുടെ അതേ സിലബസ് ആയിട്ടുള്ള 14 ജില്ലകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്വന്തം ജില്ലയിൽ തന്നെ ജോലി മേടിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആയിട്ടുള്ള VFയുടെ നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്നു. 571/25 കാറ്റഗറി നമ്പർ. അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. നോർമലി നമ്മുടെ ഒരു PSC എക്സാം എഴുതുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ VFയ്ക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. ഈ നമ്മൾ പറഞ്ഞ കാറ്റഗറി 3-4 കാറ്റഗറി നമ്പർ ഇപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ 3-4 അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതിലേക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി മാസം 14-ാം തീയതിയാണ്. അപ്പോൾ അവസാനത്തേക്ക് വെക്കരുത്. ഇതിന് അപ്ലൈ ചെയ്യാൻ നല്ല സമയമോ ചീത്ത സമയമോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ 14-ാം തീയതിക്ക് മുമ്പ് എന്തായാലും അപ്ലൈ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഒരു റിമൈൻഡർ എങ്കിലും നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നവർ, ഇങ്ങനെ വിട്ടുപോയി ശീലമുള്ള ആൾക്കാർ, കുറ്റബോധിച്ചിട്ടുള്ള ആൾക്കാർ ഇത് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങളൊരു ഫോണിലൊരു റിമൈൻഡർ ആയിട്ടെങ്കിലും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു റിമൈൻഡർ എങ്കിലും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. എക്സാമിന് പഠിച്ച് എഴുതുക, ജോലി നിങ്ങളുടെ കയ്യിൽ ഒതുക്കുക. എന്തൊക്കെ വെല്ലുവിളികളോ എന്തൊക്കെ നിയമന നിരോധനമോ അല്ലെങ്കിൽ ഭരണം മാറുവോ ഇല്ലയോ ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ പലയിടത്തുനിന്നും കേൾക്കാം. സമരമോ സർക്കാർ ജോലി പഠിച്ചിട്ട് എന്തിനാ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടാലും ഈ വിവാദങ്ങളുടെ ഇടയ്ക്കും ജോലി മേടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾ ആ ജോലി മേടിക്കുന്ന ആൾക്കാരുടെ സ്റ്റാറ്റസുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അവര് അഡ്വൈസ് കൈപ്പറ്റുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സൈലത്തിന്റെ തന്നെയാണെങ്കിലും അവാർഡുകൾ മേടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. ജോലി പലർക്കും ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആ ജോലി കിട്ടുന്നവരുടെ കൂടെ നിങ്ങളും ഉണ്ടാവണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് യൂണിഫോം പോസ്റ്റുകളിലേക്കായിട്ട് ഒരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിഫോം പോസ്റ്റ് 2.0 എന്നാണ് ബാച്ചിന്റെ പേര്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വിശദ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് 9995100800 ഈ നമ്പറിൽ വിളിക്കുക. ബാച്ചിന്റെ ഫീ 1999 രൂപ മാത്രമേ ഉള്ളൂ. ബാച്ച് 3-ാം തീയതി, അതായത് നവംബർ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ ഏതൊക്കെ ക്ലാസ്സുകൾ കവർ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം റെക്കോർഡ് സെഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നടന്ന പരീക്ഷകളൊക്കെ എഴുതി നോക്കാൻ പറ്റുന്നതാണ്. സോ യൂണിഫോം പോസ്റ്റിന് അങ്ങനെ. ഇനി VFAയുടെയും ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. LDC VFA ബാച്ച് ഉണ്ട്. ആ ബാച്ചിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വരെ ആയിരിക്കും. 1999 രൂപയാണ് ആ ബാച്ചിന്റെയും കോഴ്സ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്തൊക്കെ വിവരങ്ങളാണോ കൂടുതലായിട്ട് അറിയാനുള്ളത് അപ്പോഴും വിളിക്കാവുന്നതാണ്. 9995100800 എന്ന് പറഞ്ഞ നമ്പർ. അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ടാവട്ടെ പഠനം എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇനിയും പഠനം മാറ്റി വെക്കാനായിട്ട് വേറൊരു ബെഞ്ച് മാർക്ക് ഇല്ല. ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കാൻ ഇരുന്നാൽ കിട്ടുകയല്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് പഠനം ഉഷാറാവട്ടെ. ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. ആർക്കും ഇനി വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഉഷാറായിട്ട് പഠിക്കുക. നമ്മളും കൂടെ നിൽക്കുന്നു, നിങ്ങളും കൂടെ നിൽക്കുക. നമ്മൾ ഒരുമിച്ച് വിജയത്തിലെത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.